ഹായ് ഗൈസ്, നോമ്പടത്തി സംഗോത ക്ഷീണിച്ച് കിടക്കുകയാണ്. സമയം 2:30 എന്താ പറയുക, പെച്ച 3:30 എണീറ്റതല്ലേ. ഞങ്ങളൊക്കെ ക്ഷീണിച്ചോ നമ്മൾ പറയാൻ പാടില്ലല്ലേ. എന്തായാലും മുഴുവനാക്കണം, വൈകുന്നേരം ആവട്ടെ. പിന്നെ ഇപ്പം എന്താ പറയുക, എന്നാണെങ്കിൽ ഒരു ലോഡ് ജോലി ഉണ്ടായിരുന്നു. റോഡ് സൈഡ് നമ്മളെ വീട് ഭയങ്കര പൊടിയാണ്. രാത്രി ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, പൊടി ഇങ്ങനെ ശ്വസിച്ചിട്ടേ. പിന്നെ ഇപ്പം എന്താ പറയുക, എന്നും രാവിലെ ജോലിക്ക് ഇങ്ങനെ പോണതല്ലേ, അപ്പം ഇട്ടറിഞ്ഞ് മണ്ടണതല്ലേ. ഇപ്പം ഇന്ന് വീട്ടിലേന്ന് നോമ്പായതുകൊണ്ട് കടലില്ല. അപ്പോൾ പിന്നെ കൊട്ടലും വാരലും ആയി. പണി കഴിഞ്ഞപ്പോൾ 2:30 കറി ചിക്കൻ കറി അടുപ്പത്താണ്. അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങൾ. നാളത്തെ ദിവസം എങ്ങനെയാവും എനിക്കറിയില്ല, പഠിച്ചവൻ്റെ കയ്യിലാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ദാഹമൊന്നുമില്ല, പക്ഷേ ഗ്യാസ് കയറിയിട്ടേ ഭയങ്കര വേദന വയറ്. അതെങ്ങനെയാണ് മാറുക എനിക്കറിയില്ല. പിന്നെ ഇപ്പം എന്താ, എല്ലാവരും ഉറങ്ങുമാവും, അല്ലെങ്കിൽ പത്തിരി പണിയിലാവിലേക്ക്. പത്തിരി അങ്ങനെ അതൊന്നും ഇഷ്ടമില്ല. വൈകുന്നേരം പത്തിരി ഇഷ്ടം ഇല്ല എന്നല്ല, ഉണ്ടാക്കാൻ മടിയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, തോന്നി ഉണ്ടാക്കും ചെയ്യണം. പിന്നെ വലിയ നിർബന്ധമൊന്നുമില്ല, ചായക്ക് കടി വേണം എന്നുള്ള. ഭയങ്കര വെള്ളം കുടിക്കണം അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പിന്നെ കാരക്ക ഭയങ്കര ഇഷ്ടമാണ്, കാരക്ക കഴിക്കും. പിന്നെ ഇപ്പം എന്താ, ജ്യൂസ് എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 3 മാസം പോലും നല്ല മെലിയണമെന്ന്. മെല്ലിയ സമയത്ത് എല്ലാവരും തങ്ക് മെല്ലിയണോ പറഞ്ഞപ്പം പിന്നെയും ചോറ് തന്നെ ചെമ്പട്ടി തിന്ന് നല്ല പീപ്പൂറ്റിയായി. അപ്പം എന്തായാലും ഈ ഒരു മാസം കൊണ്ട് എൻ്റെ തടിയൊക്കെ ഒന്ന് സെറ്റാക്കണം, അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഇപ്പം എന്താ, ഇത്രയൊക്കെ എന്നോട് പറയാൻ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങട്ടെ. എല്ലാവരും ഉറങ്ങാവും, അല്ലെങ്കിൽ പത്തിരി പണിയിലൊക്കെ ആവില്ലേ. പിന്നെ സംഘുവിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, അപ്പം ലിങ്ക് ബയോയിലുണ്ടാവും കേട്ടോ. അപ്പം കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. ബൈ.